ബാങ്കറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കർത്താവിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം തുടർമാനമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ ദൈവവചനത്തിൻ്റെ വിവിധ ഏടുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയെക്കുറിച്ച് നാം ചിന്തിച്ചു. അതോടൊപ്പം തന്നെ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അതേ വചനഭാഗത്തോട് ചേർന്ന് പുതിയ ചില ചിന്തകളുമായി ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ പൈശാചിക തലങ്ങൾക്ക് വിശ്വാസിയുടെ മേൽ അധികാരമില്ല എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനത്തിൽ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളാണ് നാം ചിന്തിക്കുന്നത്. പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ കരങ്ങൾ നമുക്കായിരിക്കാം. എഫെസ്യർ 4:30 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ വീണ്ടെടുപ്പും പരിശുദ്ധാത്മാവും സംബന്ധിച്ചുള്ള ബന്ധത്തെക്കുറിച്ച്, അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് അവിടെ തിരുവചനം ഓർപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചിന്തിക്കാനിടയായിത്തീർന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കെ തന്നെ നമ്മുടെ വീണ്ടെടുപ്പ് അഥവാ നമ്മുടെ പുത്രത്വം പൂർണ്ണമാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരത്തോടു കൂടി മാത്രമാണ്. മക്കളെന്നുള്ളൊരു പദം പല വാക്കുകളാണ് മൂലഭാഷയിലുള്ളത്. അതിലൊരു പൊതുപ്രയോഗമാണ് ടെക്നോസ് എന്നൊരു പദം. ടെക്നോസ്, TEKNOS, ടെക്നോസ്. അതും മക്കളെന്നുള്ള പദത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഹിയോസ് എന്ന് പറയുന്നൊരു പദമുണ്ട്. ഹിയോസ്, ഗ്രീക്കിൽ അങ്ങനെ ഹിയോസ് എന്നൊരു പദം മകനെന്നോ മകളെന്നോ അല്ല, മറിച്ച് പുത്രൻ എന്നുള്ള പദത്തെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നതാണ്. അതൊരു കോമൺ പദമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, രക്തത്തിൽ നിന്ന് ജനിച്ച മകനെ വിളിക്കുന്നതാണ് ഹിയോസ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ ലാവിഷ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞ കർത്താവ് അല്ലെങ്കിൽ പിതാവ് സ്നേഹം ഒത്തിരി കോരിച്ചൊരിഞ്ഞിട്ടാണ് നമ്മളെപ്പോലുള്ള ഒരാളെ ദൈവമക്കളാക്കിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പം തിരുവചനം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ദൈവം തനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടോ അത് മുഴുവനും നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടല്ലാതെ നമ്മെ ദൈവമക്കളാക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവം അത് ക്രിസ്തുവിൽ ചെയ്തു. ക്രിസ്തു ദൈവത്തിൻ്റെ സമ്പൂർണതയാണ്. ദൈവം അത് ക്രിസ്തുവിൽ ചെയ്തു. ആമേൻ. അങ്ങനെ നാം ദൈവമക്കളാണ്. അപ്പോൾ കർത്താവിന് നമ്മോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കൃപയാണ് പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയുടെ മേൽ മറ്റൊരുത്തനും അവകാശമില്ല. ഒരു പൈശാചിക തലത്തിനും അവകാശമില്ല. പ്രൈസ് ഗോഡ്. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾക്കോ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയ്ക്കോ ദൂതന്മാർക്കോ മറ്റു മനുഷ്യർക്കോ ആർക്കും നമ്മുടെ മേൽ അധികാരമില്ലാത്തതുപോലെ, അവകാശമില്ലാത്തതുപോലെ ക്രിസ്തു നമ്മെ തൻ്റെ സമ്പത്തായി, അവകാശമായി ഏറ്റെടുത്തിരിക്കുക. ഇതൊരു വലിയ പദവിയാണ്. ഞാനൊരാളുടെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. പ്രൈസ് ഗോഡ്. അത് പരിശുദ്ധാത്മാവിൽ ദൈവം നമുക്ക് തരികയാണ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്നത് സാത്താന് നമ്മുടെ മേൽ അധികാരം ഇല്ലെന്നുള്ളതാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുവും അഥവാ ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ വാക്യമാണ് ഒന്ന് ചിന്തിക്കുന്നത്. എന്താണ് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്?
യേശു ക്രിസ്തു ജഡത്തിൽ വന്നത് എന്തുകൊണ്ടെന്നാണ് അവിടെ ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തു എന്തുകൊണ്ട് ശരീരരക്തങ്ങളോടുകൂടി വന്നു? നിങ്ങൾക്കറിയാമോ, ഈ 2000 വർഷത്തിന് മുമ്പ് ശരീരരക്തങ്ങൾ എടുക്കുന്നതിന് മുമ്പ് യേശുവിന് രൂപമില്ലായിരുന്നു. ക്രിസ്തുവിന് രൂപമില്ല. ക്രിസ്തു ദൈവത്തിലായിരുന്നു. ക്രിസ്തു അന്ന് അറിയപ്പെട്ട ലോഗോസ് എന്നാണ്, അഥവാ ദൈവവചനമെന്നാണ്. ക്രിസ്തു ദൈവത്തിലായിരുന്നു. ആമേൻ. എന്നാൽ നമുക്ക് വേണ്ടി ആ രൂപമെടുത്തത്, നമുക്ക് വേണ്ടി രൂപമെടുത്തത് എന്തിനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നു. എബ്രായർ 2:14 പറയുന്നു, മക്കൾ അഥവാ നാം അവൻ്റെ നിർണയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട നിത്യകാല പദ്ധതിയിൽ ദൈവിക സമ്പത്തിൻ്റെ, ദൈവിക മഹത്വത്തിൻ്റെ ഉടമകളായി തീരേണ്ടുന്ന മക്കൾ അവരിപ്പോൾ ജഡത്തോടും രക്തത്തോടും കൂടിയവരായിരിക്കൊണ്ടും ആ ജഡരക്തങ്ങളുടെ മേൽ സാത്താൻ അവകാശമുള്ളത് കൊണ്ടും യേശു കർത്താവ് ജഡത്തിൽ അഥവാ ജഡരക്തങ്ങളോട് കൂടിയവരായി ഭൂമിയിൽ വന്നു. എന്നിട്ട് ജഡരക്തങ്ങളോട് കൂടിയ നമ്മുടെ മേൽ അധികാരമുള്ള ആ സാത്താനെ തൻ്റെ മരണത്താൽ നമ്മുടെ മേലുള്ള മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു നമ്മെ വിടുവിച്ചു. പ്രൈസ് ഗോഡ്. അത്ര മനോഹരമായി എബ്രായ ലേഖൻ ഇത് വിവരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പൈശാചിക തലങ്ങളിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചതെന്ന്? ആദം മുഖാന്തരം, ആദാമി വീഴ്ച മുഖാന്തരം പൈശാചിക ലോകത്തിന് അധികാരവും പദവിയും കൈമാറിയ മനുഷ്യകുലം. അതുകൊണ്ട് ശരീരവും രക്തവുമുള്ള ആരുടെ മേലും പിശാചിന് അധികാരമുണ്ട്. അവൻ എന്തും ചെയ്യാൻ അധികാരമുണ്ട്. ആ അധികാര സീമയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് യേശു കർത്താവ് ശരീരത്തോടും രക്തത്തോടും കൂടിയവനായി വന്നു. എന്തിന്? ശരീരത്തോടും രക്തത്തോടും കൂടി വന്ന ഒരുവന് മാത്രമേ സാത്താനെ ജയിച്ചിട്ട് ശരീരവും രക്തവും ഉള്ള സാത്താന്യ അടിമകളെ വിടുവിക്കാൻ കഴിയും. എന്നോട് പറഞ്ഞാൽ, മനുഷ്യൻ പൈശാചിക തലത്തിന് അടിമയായിരുന്നതുകൊണ്ട് യേശു കർത്താവ് ഒരു മനുഷ്യനായി വന്നു. എന്നിട്ട് പിശാചിൻ്റെ ഈ അടിമത്വത്തിൽ നിന്ന് നമ്മെ എല്ലാം വിടുവിച്ചു. എങ്ങനെ? തൻ്റെ മരണത്താൽ. സ്തോത്രം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ മരണത്തെ ഏറ്റുപറയുന്ന, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്ന് ഏറ്റുപറയുന്ന ഒരുവന്റെ മേൽ ഇനിയും സാത്താന് യാതൊരു അവകാശവും. പ്രൈസ് ഗോഡ്. നമ്മുടെ മേൽ അവകാശമുള്ളത് ക്രിസ്തുവിന് മാത്രമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. അവിടെ ഇങ്ങനെയാണ് 2 പദങ്ങളാണ്, 2 വാക്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ക്രിസ്തുവിലാണ്. നിങ്ങൾ ഈ എഫ്.എസ്.സി ലേഖനവും കൊലോസ്യ ലേഖനവും പഠിച്ചാൽ, എഫ്.എസ്.സി ലേഖനം പറയുന്നു നാം ക്രിസ്തുവിലാണ്. കൊലോസ്യ ലേഖനം പറയുന്നു ക്രിസ്തു നിങ്ങളിലാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. ആ വലിയ യൂണിറ്റി, അതിലാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. വാസ്തവത്തിൽ അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും. യോഹന്നാൻ 15 ഇത് വളരെ നന്നായിട്ട് കർത്താവ് വിവക്ഷിക്കുന്നുണ്ട്. ബന്ധത്തെക്കുറിച്ച്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ കർത്താവ് പറയുന്നത് ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും എന്നുള്ള ആ തിരിച്ചറിവിനെ കുറിച്ചാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ മരണത്തിന് അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. പ്രൈസ് ഗോഡ്. ആ നീക്കി എന്നുള്ള പദം ഡിസ്ട്രോയ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അതിന് കാറ്റർഗയോ എന്നൊരു പദമാണ് ഗ്രീക്കിൽ. കാറ്റർഗയോ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ വർത്തലെസ് ആക്കി കളഞ്ഞു, വോയിഡ് ആക്കി കളഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞു.
പ്രൈസ് ഗോഡ്. മനുഷ്യന്റെ മേൽ അധികാരമുള്ള പിശാചിനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു. ഒരു പദം കൂടി അവിടെ പറയുന്നുണ്ട്, വാനിഷ് എവേ. പ്രൈസ് ഗോഡ്. പിശാചിനെ മായ്ച്ചു കളഞ്ഞു മാനുഷിക ജീവിതത്തിൽ നിന്ന്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് ജീവിതം കൊടുത്തവന്റെ ലൈഫിൽ നിന്ന് പിശാചിനെ തുടച്ചു മാറ്റിക്കളഞ്ഞു. ആമേൻ. ഇനി ഒന്നും സാത്താന് ചെയ്യാൻ കഴിയാത്തതുപോലെ അവനെ നിരുപാധികം, അവനെ നിരായുധനാക്കി കളഞ്ഞു എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുക. പ്രൈസ് ഗോഡ്. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം നമ്മോട് പറയുന്നത്. എന്നാൽ നാം ഇത് വിശ്വസിക്കുവാൻ ഒരിക്കലും സാത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സാത്താന് നമ്മുടെ മേൽ എന്തൊക്കെ അധികാരമുണ്ട് എന്നുള്ള നിലവാരത്തിലാണ് പലപ്പോഴും സാത്താൻ നമ്മുടെ അടുക്കൽ വരുന്നത്. പിശാചിന്റെ ഒരു ക്യാരക്ടറാണ്, അവൻ ഒരിക്കലും തോൽവി സമ്മതിക്കുന്നില്ല, അവൻ സത്യങ്ങളെ അംഗീകരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. സാത്താൻ തോൽവി അംഗീകരിക്കാത്തത് അവൻ തോൽക്കാതിരുന്നിട്ടല്ല, അവൻ നിരുപാധികം തോറ്റുപോയവനാണ്. ആരെ സംബന്ധിച്ച്? നമ്മെ സംബന്ധിച്ച്. നമ്മെ ഇനി ഒരിക്കലും എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ, നമ്മെ ഇനി ഒരിക്കലും തടഞ്ഞു വെക്കുവാനോ പിടിച്ചു വെക്കുവാനോ കഴിയാത്തതുപോലെ സാത്താന് നമ്മുടെ മേലുള്ള സകല ഗ്രിപ്പുകളും കാൽവറി വിളിച്ച് തകർന്നുപോയി. നാം സ്വതന്ത്രരാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഒരുവൻ പിശാചുക്കളെ പുറത്താക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുക. ഒന്നുകൂടി പറഞ്ഞാൽ, സാത്താന് നമ്മുടെ മേലുള്ള അധികാരം യേശുക്രിസ്തു എടുത്തു കളഞ്ഞു. രണ്ട്, സാത്താന്റെ മേൽ ഉള്ള അധികാരത്തെ നമുക്ക് തന്നു. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേൽ സംഭവിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വിധ പൈശാചിക ആധിപത്യങ്ങളാൽ നിങ്ങൾ വലയുന്നുണ്ടെങ്കിൽ, അത് രോഗമാകട്ടെ, മറ്റേതെങ്കിലും വിധ ബന്ധനങ്ങളാകട്ടെ, ശാപമാകട്ടെ, തകർച്ചകളാകട്ടെ, ജീവിതത്തിൽ മാറി മാറി വരുന്ന ഏതെങ്കിലും ദുരനുഭവമായിക്കൊള്ളട്ടെ, ആ സാത്താന്യ തന്ത്രത്തെ എതിർക്കുവാനും അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി കുടഞ്ഞു കളയുവാൻ നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് അധികാരമുണ്ട്. ആമേൻ. ആ അധികാരത്തെ നിങ്ങൾ തിരിച്ചറിയുന്നതാണ് പിശാച് ഭയപ്പെടുന്നത്. എന്നാൽ ഇന്ന് നാം നമ്മുടെ ആ ദൈവിക അധികാരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ യൂസ് ചെയ്യാനായിട്ട്, അതിനെ ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്, അവകാശം കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. അധികാരമായത് എന്തിൻ്റെ മേൽ? പൈശാചികമായ സകലതിൻ്റെ മേൽ. എന്തിൻ്റെ മേലാണ് അധികാരം കൊടുത്തത്? ആ 1-ാം അധ്യായത്തിൽ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്, വെളിച്ചം ലോകത്തിലുണ്ടായിരുന്നു, ഇരുൾ അതിനെ പിടിച്ചടക്കിയില്ല. പ്രൈസ് ഗോഡ്. ആ ഇരുട്ടിൻ്റെ മേൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവന് അധികാരം കൊടുത്തിരിക്കുക. ആമേൻ. എന്തിന്? ഇരുട്ടിനെ പിടിച്ചടക്കാൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇരുട്ടിനെ ഉച്ചാടനം ചെയ്യുവാൻ. ആമേൻ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിച്ചം ലോകത്ത് മുഴുവൻ വെളിപ്പെടുത്തുവാൻ ഉള്ള ദൈവശക്തിയും അധികാരവും പദവിയും തന്നിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ വെളിപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൈശാചിക തോൽവിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പം താൻ ക്രൂശിക്കപ്പെടാൻ തീരുമാനിക്കപ്പെടുക. യേശു കർത്താവ് ക്രൂശിക്കപ്പെടാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അഥവാ ഹൃദയത്തിൽ നിശ്ചയിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഇപ്പോൾ തന്നെ പുറത്തു കളയും. അപ്പൊ പിശാചിനെ വിളിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഇപ്പോൾ പുറത്തു തള്ളിക്കളയും. പ്രൈസ് ഗോഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതിനായി ഹൃദയം ഒരുക്കുമ്പോൾ തന്നെ, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇനിയും സാത്താന് അധികാരമില്ല, മറിച്ച് ഇനിയും ലോകത്തിൽ മനുഷ്യനാണ് അധികാരമുള്ളത്. അപ്പോൾ ഈ സാത്താന്റെ പക്കലുള്ള അധികാരം നമ്മുടെ കരത്തിലേക്ക് തിരികെ ഏൽപ്പിച്ചിട്ട് നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ദൈവിക അധികാരത്തെ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ദൈവരാജ്യം. പ്രൈസ് ഗോഡ്. ഇതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, ആമേൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ
ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾക്ക് ഇടയിൽ വന്നിരിക്കുന്നു. സത്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സോ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ സെമിറ്റിക് ഗോസ്പൽസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാനും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് 3 സുവിശേഷങ്ങളിലും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകൾ, പഠിപ്പിക്കലുകൾ നാം കാണുന്നു. കർത്താവ് അസന്ദിഗ്ധമായി നമ്മോട് പറയുന്നൊരു കാര്യമാണ്, ദൈവരാജ്യത്തിൽ സാത്താന് ചലിക്കാൻ കഴിയത്തില്ല. ഇങ്ങനൊരു ദൈവരാജ്യമാണ് കർത്താവ് ഭാവന ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു രാജ്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, നമ്മെ സ്നേഹിച്ചവനും നമ്മെ സ്വന്തം രക്തത്താൽ വിടുവിച്ച് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവൻ. പിതാവായ ദൈവത്തെക്കുറിച്ചായി പറയുന്നത്. കൊലോസ്യ ലേഖനത്തിലും ഇത് തന്നെ പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകുക. നാം ദൈവരാജ്യത്തിലാണ്, നാം ലോകത്തിലല്ല. ലോകം സാത്താൻ്റെ കീഴിലാണ്, എന്നാൽ നാം ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം പരിശുദ്ധാത്മ നിയന്ത്രിതമാണ്. അവിടെ പൈശാചികമായ യാതൊന്നിനും സ്ഥാനമില്ല. അവിടെ മാനുഷികതകൾക്ക് സ്ഥാനമില്ല. അവിടെ സ്ഥാനമുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ക്രിസ്തുവിനും മാത്രമാണ്. ആമേൻ. സോ അങ്ങനെയുള്ള ഒരു രാജ്യത്തിലേക്കാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഇനിയും പിശാചിന് എന്തെങ്കിലും ഒരു ദൈവഭക്തനോടുള്ള ബന്ധത്തിൽ ചെയ്യണമെങ്കിൽ ആ ദൈവഭക്തൻ ഒരു കുരുടനായിരിക്കണം, അഥവാ ദൈവവചനത്തിൻ്റെ തിരിച്ചറിവില്ലാത്തവനായിരിക്കണം, അല്ലെങ്കിൽ അവൻ ആത്മനിറവില്ലാത്തവനായിരിക്കണം. അപ്പോൾ വചനപരിജ്ഞാനവും ആത്മനിറവും കൊണ്ട് പൈശാചികമായ സകല തന്ത്രങ്ങളെയും കീഴടക്കുവാൻ, ആമേൻ, ഇനി പൈശാചിക സ്വാധീനത്തിലുള്ളതിനെ എല്ലാം ദൈവിക രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 14:30 കർത്താവ് ഈ ലോകത്തിൻ്റെ പ്രഭു അഥവാ സാത്താനെ കുറിച്ച് പറയുന്നു. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് ഞാനുമായി ഒരു കാര്യവുമില്ല, എങ്കിലും പിതാവ് എന്നെ അയച്ചുവെന്നും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അറിയേണ്ടതിന് ഇതൊക്കെയും സംഭവിക്കുന്നു എന്ന് കർത്താവ് പറയുക. ഒന്നുകൂടി പറഞ്ഞാൽ, ഗത്സമനി മുതൽ കാൽവറി വരെയുള്ള സംഭവങ്ങളിൽ ചിലയിടങ്ങളിൽ യേശു കർത്താവ് ഒരു പരാജിതനെ പോലെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവ് പറയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ടതുപോലെ തോന്നും, പക്ഷെ അതങ്ങനെയല്ല. ഞാൻ പീഡാനുഭവത്തിലാകപ്പെടും, ഞാൻ ഒത്തിരി കഷ്ടപ്പെടും, ഞാൻ മരിക്കും, പക്ഷെ പിശാച് ജയിച്ചെന്നല്ല, മറിച്ച് ഞാൻ ഉയർക്കുന്നതിലൂടെ എന്നെ എൻ്റെ പിതാവ് അയച്ചെന്നും പിതാവ് എന്നെ സ്നേഹിക്കുന്നെന്നും ഞാൻ പിതാവ് പറഞ്ഞിട്ടാണ് സകലവും ചെയ്തതെന്നും നിങ്ങൾ അറിയും. പ്രൈസ് ഗോഡ്. പൈശാചികമായ സകലത്തിന് മീതെയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഈ യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കാൻ കാരണം എന്താണെന്നറിയാം? യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചത് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒറ്റ കാരണമാണ്. അവരിപ്രകാരം പറഞ്ഞു, അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ രാജാവാണെന്ന് പറഞ്ഞു എന്നെഴുതി വെക്ക്. എന്നാൽ യഹൂദന്മാർ യേശുവിനെ കൊന്നത് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ, ദൈവം യേശുവിനെ ഉയർപ്പിച്ചത് യേശു ദൈവപുത്രനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഏത് കാരണം കൊണ്ട് യേശുവിനെ യഹൂദർ ക്രൂശിച്ചോ, അതേ കാരണത്താൽ തന്നെ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. ഇതാണ് കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ പ്രഭുവിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അവന് നമ്മോടൊരു അധികാരവുമില്ല. അതിനെ കർത്താവ് ആ ലോകത്തിൻ്റെ പ്രഭുത്വങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചു. നമ്മുടെ കർത്തൃത്വം കർത്താവിങ്കിൽ മാത്രമാണ്. ആമേൻ. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യത്തിലൊക്കെ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടു. സ്തോത്രം. ഇതും കാൽവറിയിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്ന് നമുക്ക്
ഈ വചനചിന്ത അവസാനിപ്പിക്കാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് എന്നാണ് ആ വാക്യം. നിങ്ങൾക്കറിയാം, ഈ ഏദൻ തോട്ടത്തിൽ നടന്ന ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ച ആ സാത്താന്യ പ്രവൃത്തി, വാസ്തവത്തിൽ ആദത്തെയോ ഹവ്വയെയോ ദൈവം കുറ്റം വിധിച്ചില്ല. എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞു. അവർ വിതച്ചത് അവർ കൊയ്തു. വിതയും കൊയ്ത്തും ബൈബിളിൻ്റെ ഒരു പ്രമാണമാണ്. വചനം പറയുന്നു, മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. നാം വിതയ്ക്കുന്ന ചിലത് നാം കൊയ്യുന്നതിൽ ദൈവത്തിന് പങ്കില്ല, നമുക്കാണ് അതിന് പങ്കുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ വിതച്ചിട്ട് അത് കൊയ്യുമ്പോഴെല്ലാം ദൈവം എന്നെ ശിക്ഷിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് വെറുതെയാണ്. നാം വിതച്ച നാം കൊയ്യുകയാണ്, അതിൽ ദൈവത്തിന് പങ്കില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ആദാം തൻ്റെ പാപത്താൽ വിതച്ചതിനെ കൊയ്തു. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവം 3 പേരെ നിർത്തിയിരിക്കുക. 1 ആദത്തെ, 2 ഹവ്വയെ, 3 സാത്താനെ. ഈ 3 പേരെ ദൈവിക കോടതിയിൽ നിർത്തിയിട്ട് ദൈവം ആദത്തെയും ഹവ്വയെയും കുറ്റവിമുക്തരാക്കി പറഞ്ഞു വിട്ടു. അവർക്ക് വീണ്ടെടുപ്പിന് രക്ഷകനെ നിയമിച്ചു. പ്രൈസ് ഗോഡ്. എന്നാൽ അന്ന് വിധിക്കപ്പെട്ട ഒരുവനേ ഉള്ളൂ, ഹവ്വയെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ച പിശാച് മാത്രം. പ്രൈസ് ഗോഡ്. അപ്പൊ ആ ദൈവിക ന്യായവിധി അന്ന് തോട്ടത്തിൽ വെച്ച് വെളിപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ ദൈവം നിവൃത്തിയാക്കി. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. ഇതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. പ്രൈസ് ഗോഡ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവന് ന്യായവിധിയില്ല. റോമാലേഖനം 8:1 ദൈവത്തിന് വചനം പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒന്നുപോലും ഇല്ല. ശിക്ഷാവിധി ഇല്ലെന്നല്ല എഴുതിയിരിക്കുന്നത്, ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ യോഹന്നാൻ 16:10 പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭുവിനെ അഥവാ സാത്താനെ ദൈവം ന്യായം വിധിച്ചു. പ്രൈസ് ഗോഡ്. ഈ ന്യായവിധി സാത്താന് മാത്രമുള്ളതാണ്. എന്നാൽ പലപ്പോഴും നാം ന്യായം വിധിക്കാനുള്ളവരെ പോലെ, അല്ലെങ്കിൽ നമ്മെ ദൈവം ന്യായം വിധിക്കും എന്നുള്ള നിലകളിൽ നമ്മെ ആക്കി തീർക്കുവാൻ, നമ്മുടെ പ്രാഗൽഭ്യത്തെ കെടുത്തുവാൻ പിശാച് ആഗ്രഹിക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറവാൻ ആഗ്രഹിക്കുന്നു, ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ കർത്താവാണ് ഇന്ന് നമ്മുടെ ന്യായാധിപതി, നമ്മെ ന്യായം വിധിക്കേണ്ടത്. പക്ഷെ ആ കർത്താവ് ഇന്ന് നമ്മുടെ നല്ല മധ്യസ്ഥനായി കൃപാസനത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്, നമ്മുടെ ബലഹീനതകൾക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. നാം തിരിച്ചറിയേണ്ട കാര്യം, ദൈവം നമ്മെ ന്യായം വിധിച്ചു എന്ന് ചിന്തിച്ച് ഭാരപ്പെടരുത്. ജീവിതത്തിൽ വീഴ്ചകൾ വന്നാൽ ഏറ്റുപറയുക, അപ്പോൾ തന്നെ ഏറ്റുപറയുക, വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. ജീവിതത്തിൽ പാപങ്ങൾ വന്നാൽ അത് തുടരാൻ സമ്മതിക്കരുത്. ഒരു വിശുദ്ധ ജീവിതത്തിനായി സമർപ്പിച്ച് അനുദിന മാനസാന്തരത്തിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവവചനത്തെ മുറുകെ പിടിച്ച് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജയജീവിതം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. പുത്രന്റെ രാജ്യത്തിൽ പിതാവിൻ്റെ വാത്സല്യവും കരുതലും അനുഭവിച്ച് പൈശാചികമായ സകലതിനെ കീഴടക്കി ക്രിസ്തുവിൻ്റെ ജയത്തിനൊത്തവണ്ണമുള്ള ഒരു ജീവിതം കർത്താവ് നമുക്ക് നൽകുകയാണ്. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഈ ദൈവവചന ഭാഗം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈശാചികമായ സകലതിനെയും കർത്താവായ യേശുക്രിസ്തു ജയിച്ചുവെന്നും അതിലൊന്നിനു പോലും ഞങ്ങളുടെ മേൽ ഇനി അവകാശമില്ലെന്നും സ്വാധീനമില്ലെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഭയമില്ലാത്തവരായി സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതം, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ച് ശാരീരികവും മാനസികവും ആത്മീകവും ഭൗമികവും കുടുംബപരവുമായ എല്ലാ കാര്യങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ജയത്തെ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിപ്പാൻ
ഈ ദൈവവചന കേൾവി ഞങ്ങൾക്ക് ഇടയാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.